എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 18 വരെ വാക്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ തുടർച്ചയാണ്. 6-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തോടുള്ള പ്രാർത്ഥനയും ഉപവാസവും എങ്ങനെയായിരിക്കണമെന്നും ദാനധർമ്മം ഉൾപ്പെടെയുള്ള സകല സൽപ്രവൃത്തികൾ ഒക്കെയും എങ്ങനെയായിരിക്കണമെന്നും യേശുക്രിസ്തു പഠിപ്പിക്കുന്നു. ഈ ഭൂമിയിലെ ജീവിതം ഭൗതിക സമ്പത്ത് ശേഖരിക്കുന്നതിൽ കേന്ദ്രീകരിക്കുന്നതിന് ആയിരിക്കരുത് എന്ന ഉപദേശമാണ് 19 മുതൽ 21 വരെ വാക്യങ്ങളിൽ കർത്താവ് നൽകുന്നത്. 25 മുതൽ 34 വരെ വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിപാലനത്തിൽ വിശ്വസിക്കുകയും ഭൗതിക കാര്യങ്ങൾക്ക് ചിന്തിക്കാത്ത ഒരു ജീവിതം നയിക്കുകയും ചെയ്യണം എന്ന ഉപദേശമാണ് നൽകുന്നത്. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല എന്ന് 1-ാം വാക്യത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നു. മറ്റുള്ളവർ കാണുകയും പ്രശംസിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ ദരിദ്രന്മാർക്ക് ദാനം ചെയ്യുന്നതിനെതിരെ യേശു മുന്നറിയിപ്പ് നൽകുന്നു. അത്തരം പ്രവൃത്തികൾ മറ്റു മനുഷ്യരുടെ അംഗീകാരത്തിനായി ചെയ്യുമ്പോൾ ദൈവിക പ്രതിഫലം നഷ്ടപ്പെടുന്നു. സദൃശവാക്യങ്ങൾ 16:2 മനുഷ്യന് തൻ്റെ വഴികളെ ഒക്കെയും വെടിപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. 2 മുതൽ 4 വരെ വാക്യങ്ങളിൽ നാം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ രഹസ്യവും സത്യസന്ധവുമായിരിക്കണമെന്നും അഹങ്കാരമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പ്രതിഫലം സ്വർഗത്തിൽ ലഭിക്കും എന്നും കർത്താവ് അരുളി ചെയ്യുന്നു. നീ ഭിക്ഷ ചെയ്യുമ്പോൾ കാഹളം മുഴക്കരുത് എന്ന് യേശുക്രിസ്തു ഇവിടെ പറയാൻ കാരണം, ഭിക്ഷ കൊടുക്കുമ്പോൾ കപടഭക്തിക്കാരായ യഹൂദന്മാർ പൊതുജനങ്ങളുടെ പ്രശംസ ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പൊതുസ്ഥലങ്ങളിൽ കാഹളം മുഴക്കുന്നത് അക്കാലത്ത് പതിവായിരുന്നു എന്നതുകൊണ്ടാണ്. അത്തരം കപട സ്വഭാവത്തിന് ഭൂമിയിലെ മനുഷ്യരുടെ അംഗീകാരം മാത്രമേ ലഭിക്കൂ, ദൈവത്തിൻ്റെ അംഗീകാരമില്ല എന്ന് കർത്താവ് ഓർപ്പിക്കുന്നു. ഹൃദയപരമായ സ്നേഹമില്ലാതെ ആത്മാർത്ഥത കൂടാതെയുള്ള ഈ ബാഹ്യമായ മതപ്രകടനങ്ങൾ ദൈവം നിരസിക്കുന്നു എന്ന് ആമോസിന്റെ പ്രവചനം 5-ാം അധ്യായം 21-23 ദൈവം വ്യക്തമാക്കുന്നു. സദൃശവാക്യങ്ങൾ 19:17 എളിയവരോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. എല്ലാവരുടെയും മനസ്സ് രഹസ്യമായി നിരീക്ഷിക്കുന്ന ദൈവം പ്രതിഫലം നൽകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെത്താൻ ഉയർത്താതെ വിവേകത്തോടെ ദരിദ്രരെ സഹായിക്കാൻ വിശ്വാസികളെ കർത്താവ് പ്രോത്സാഹിപ്പിക്കുകയാണ്. സദൃശവാക്യങ്ങൾ 25:14 ദാനങ്ങളെ ചൊല്ലി വെറുതെ പ്രശംസിക്കുന്നവൻ മഴയില്ലാത്ത മേഘവും കാറ്റും പോലെ ആകുന്നു എന്നെഴുതിയിരിക്കുന്നു. 5-6 വാക്യങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത് കർത്താവ് വ്യക്തമാക്കുന്നു. മറ്റുള്ളവർക്ക് മുമ്പിൽ ഭക്തി പ്രകടിപ്പിക്കാൻ ഉള്ള പ്രാർത്ഥന വ്യർത്ഥവും ദൈവം നിരസിക്കുന്നതുമാണെന്ന് കർത്താവ് ഓർപ്പിക്കുന്നു. പൊതുവേദിയിലെ ഒരു പ്രകടനമായിരിക്കരുത് നമ്മുടെ പ്രാർത്ഥന എന്നും അത് സ്വകാര്യവും ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ളതുമാകണം എന്നും കർത്താവ് അരുളി ചെയ്യുന്നു. ആത്മാർത്ഥവും സ്വകാര്യവുമായ പ്രാർത്ഥനയ്ക്ക് മാത്രമേ ദൈവം ഉത്തരം നൽകുന്നുള്ളൂ. കാരണം ദൈവവുമായുള്ള യഥാർത്ഥ കൂട്ടായ്മ വ്യക്തിപരവും ഹൃദയംഗവുമാണ് എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. 7-8 വരെയുള്ള വാക്യങ്ങളിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ വ്യർത്ഥമായ വാക്കുകളുടെ ആവർത്തനങ്ങൾ ഉപയോഗിക്കരുത് എന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നു. സത്യദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ വ്യർത്ഥമായ വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ആ അതിഭാഷണ ജ്വൽപ്പനം കേട്ട് ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്ന ധാരണ തെറ്റാണ് എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. ഇങ്ങനെ പുറജാതീയ മത ആചാരങ്ങളുടെ സ്വഭാവം വിശ്വാസികൾ അനുകരിക്കുന്നതിനെ കർത്താവ് ഇവിടെ നിരുത്സാഹപ്പെടുത്തുകയാണ്. സഭാപ്രസംഗി 5:2 അതിവേഗത്തിൽ ഒന്നും പറയരുത്, ദൈവസന്നിധിയിൽ ഒരു വാക്ക് ഉച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്, ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ, ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ എന്ന തിരുവെഴുത്ത് ഇവിടെ ഓർമ്മിപ്പിക്കുന്നതായി മനസ്സിലാക്കാം.
മത്തായി 6-ാം അധ്യായം 9 മുതൽ 13 വരെ വാക്യങ്ങളിൽ കർത്താവ് ശിഷ്യന്മാരെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കുന്ന മാതൃകാ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണല്ലോ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ദൈവത്തെ നിരന്തരം ആരാധിക്കാനും ദിനം പ്രതി ആശ്രയിക്കാനും ദൈവത്തോട് ക്ഷമ യാചിക്കാനും ദുഷ്ടന്റെ കയ്യിൽ നിന്ന് മോചനത്തിനായി അഭ്യർത്ഥിക്കുവാനും ഈ പ്രാർത്ഥന വഴിയൊരുക്കുന്നു. കർത്താവ് പഠിപ്പിച്ച ഈ മാതൃകാ പ്രാർത്ഥനയുടെ വിശദാംശങ്ങളിലൂടെ ഒന്ന് വേഗം കണ്ണോടിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന യേശുവിൽ പുത്രത്വം ലഭിച്ചു ദൈവമക്കളായവർക്ക് ഉള്ളതാണെന്നും ദൈവം സ്വർഗത്തിൽ ആണെന്നും വ്യക്തമാക്കുന്നു. രണ്ടാമത്, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്നത് പരിശുദ്ധനായ ദൈവത്തിന്റെ നാമം നിത്യമായി ആരാധ്യമാണ് എന്ന് വ്യക്തമാക്കുന്നു. മൂന്നാമത്, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നത് തിന്മ നിറഞ്ഞ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം വരണം എന്ന് ദൈവമക്കൾ ആഗ്രഹിക്കും എന്ന് വ്യക്തമാക്കുന്നു. നാലാമത്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നും തരണമേ എന്നത് ഓരോ ദിവസവും ആത്മീയവും ഭൗതികവുമായ പരിപാലനത്തിന് ദൈവത്തിലാണ് ഏക ആശ്രയം എന്ന് വ്യക്തമാക്കുകയാണ്. അഞ്ചാമത്, ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നത് ദൈവത്തിൽ നിന്ന് ക്ഷമ യാചിക്കാൻ പ്രാർത്ഥിക്കും മുൻപ് മറ്റ് മനുഷ്യരോട് അവരുടെ കുറ്റങ്ങൾ ക്ഷമിച്ചിരിക്കണം എന്നത് വ്യക്തമാക്കുന്നു. ആറാമത്, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നത് പാപത്തിൽ നിന്നും പ്രലോഭനത്തിൽ നിന്നും രക്ഷ നേടുവാൻ അനുദിനം ദൈവത്തിൽ ആശ്രയം വയ്ക്കണം എന്ന് വ്യക്തമാക്കുന്നു. സങ്കീർത്തനം 103:13 അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു എന്ന് നാം വായിക്കുന്നു. മത്തായി 6-ാം അധ്യായം 14-15 വരെ വാക്യങ്ങളിൽ നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് പിഴകളെ ക്ഷമിക്കയില്ല എന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നു. മർക്കോസും തൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ പിതാവ് നമ്മുടെ കുറ്റങ്ങളെ ക്ഷമിക്കേണ്ടതിന് നാം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ക്ഷമിക്കണം എന്ന കർത്താവിൻ്റെ ഉപദേശം ഓർമ്മിപ്പിക്കുന്നു.